ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ജീവൻ പെട്ടെന്ന് തന്നെ സീറ്റിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നതാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലുള്ള സീറ്റിൻ്റെ അടുത്തേക്ക് പോയതിനു ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്നും കത്തിയെടുക്കുകയാണ് ജീവൻ. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ ജീവൻ പെട്ടെന്ന് തന്നെ നിത്യയെ കുത്താനായി ചെല്ലുന്നു. ഇത് കാണുന്ന സുജാത തൻ്റെ ബാഗ് വെച്ച് കത്തി തട്ടി മാറ്റുകയാണ്. അതിനുശേഷം സുജാത ജീവൻ്റെ കഴുത്തിന് പിടിക്കുമ്പോൾ അവിടെയുള്ള യാത്രക്കാരെല്ലാം പരിഭ്രാന്തിയോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അയാൾ ഒരു ഭ്രാന്തനാണെന്ന് ശരവണനും സുജാതയും ഒക്കെ പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ശരവണനും സുജാതയും എങ്ങനെയൊക്കെയോ ജീവനെ നിത്യയുടെ അടുത്തേക്ക് വരാതെ തടഞ്ഞു നിർത്തുകയാണ്. അതേസമയം ബസ് ഒരു പാലത്തിൽ കയറുകയും ആൾക്കാരുടെ ശബ്ദം കേട്ടുകൊണ്ട് ബസ് നിർത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു യാത്രക്കാരൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം? ഞങ്ങൾക്കൊക്കെ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് തന്നെ എത്തേണ്ടതാണെന്നൊക്കെ അവർ പറയുമ്പോൾ ഇവൻ പറയുകയാണ്, അതെ, ആ നിൽക്കുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും എൻ്റെ കുടുംബക്കാരുമാണ്. അവരെല്ലാവരും കൂടി എന്നെ ചതിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നു. അപ്പോൾ ഞാനവരെ തടയാൻ നോക്കുന്നു, അത്ര തന്നെ. നിങ്ങളുടെ കുടുംബക്കാരുമൊക്കെ അങ്ങ് വീട്ടിൽ മതി, ഞങ്ങൾക്ക് സമയത്ത് എത്തേണ്ടതാ. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ കണ്ടക്ടറെ വിളിക്കുകയാണ്. ഇവരുടെ ടിക്കറ്റിൻ്റെ പൈസ തിരിച്ചു കൊടുത്തേക്കാനും ഇവരെ ഇവിടെ ഇറക്കി വിടാനും അയാൾ പറയുന്നു. നിങ്ങളുടെ ടിക്കറ്റ് കാണിക്കാനായി കണ്ടക്ടർ പറയുമ്പോഴാണ് ടിക്കറ്റ് എടുത്തിട്ടില്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാതെയായിരുന്നു അല്ലേ യാത്ര? ഇപ്പോൾ തന്നെ ഇവിടെ ഇറങ്ങിക്കോണം എല്ലാ എണ്ണവുമെന്ന് അയാൾ പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലമാണെന്ന് സുജാതയും ജ്യോതിയും നിത്യയും പറയുകയാണ്. അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. ബസ്സിൽ ഇങ്ങനെ കിടന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരെല്ലാവരെയും ആ പാലത്തിൽ ഇറക്കി വിടുകയാണ് ബസ്സിലെ ആൾക്കാർ. എന്തു ചെയ്യണമെന്നറിയാതെ പേടിയോടെ ജീവനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് ജീവൻ സുജാതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ, നിങ്ങളിപ്പോൾ ഓടുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുജാത തൻ്റെ പിന്നിലേക്ക് ബാക്കിയുള്ളവരെ പിടിക്കുന്നു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവള് നിങ്ങളുടെ മരുമകളാണെന്നോ? ഞാൻ കെട്ടിയത് കൊണ്ടല്ലേ ഇവള് നിങ്ങളുടെ മരുമകളായത്? ആ ഒരു സ്ഥാനം ഇനി ഇവൾക്ക് വേണ്ട. ഇവളെ എന്നെ ചതിച്ചതാ എന്ന് പറഞ്ഞുകൊണ്ട് നിത്യയുടെ കഴുത്തിലെ താലി തിരിച്ചു പൊട്ടിക്കുകയാണ് ജീവൻ. ഇത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. ഏട്ടാ, ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങളെ വെറുതെ വിടണമെന്നൊക്കെ ജ്യോതി പറയുമ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചെന്ന് നിത്യയെ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു നിർത്തുകയാണ് ജീവൻ. അതിനുശേഷം നിത്യയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുന്നു. തുടർന്ന് നിത്യയെ തൂക്കി തൻ്റെ തോളിലിട്ടുകൊണ്ട് പാലത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ജീവൻ. അങ്ങനെ ജീവൻ നിത്യയെ എടുത്ത് കൈവരമ്പിൻ്റെ അവിടുന്ന് താഴേക്കെറിയാൻ ഒരുങ്ങുമ്പോൾ സുജാത ജീവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ജീവ, വേണ്ട മോനെ എന്ന് പറഞ്ഞ് സുജാത ജീവനെ പുറകിലേക്ക് പിടിച്ചു മാറ്റുമ്പോൾ നിത്യ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. അതേസമയം പെട്ടെന്ന് കാല് തന്നെ ജീവൻ ആ ഒഴുക്കുള്ള പുഴയിലേക്ക് വീഴുന്നു. ജീവൻ താഴേക്ക് വീണത് കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു. ജ്യോതിയും ശരവണനും നിത്യയും കൂടി കരയുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ആകെ തകർന്നുകൊണ്ട് നിലവിളിക്കുകയാണ് സുജാത. റോഡിൽ കിടന്ന് കരയുന്ന സുജാതയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ജ്യോതിയുമാണ് കാണിക്കുന്നത്. പെട്ടെന്ന് മഴ നിൽക്കുകയാണ്. അതേസമയം സുജാത തൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കുന്നു. പെട്ടെന്ന് അതിലൊരു ബസ് വരുമ്പോൾ എല്ലാവരും കൂടി ബസ്സിൻ്റെ മുന്നിൽ ചെന്ന് കൈ കാണിക്കുകയാണ്. അങ്ങനെ ബസ് നിർത്തുമ്പോൾ അവരെല്ലാവരും ബസ്സിൻ്റെ അകത്തേക്ക് കയറുന്നു. എല്ലാവരും ബസ്സിൻ്റെ അകത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഹരിയും കുഞ്ഞും അമ്മാവനും അതേ ബസ്സിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നിത്യ ചെന്നിരുന്നതാകട്ടെ ഹരിയുടെ അടുത്തും. ഒന്നും അറിയാതെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഉറങ്ങുന്ന ഹരിയെയാണ് കാണിക്കുന്നത്. ഹരിയുടെ അടുത്തിരിക്കുന്ന നിത്യയും കാണിക്കുന്നു. ഈ യാത്ര ഹരിയെയും നിത്യയെയും ഒന്നിപ്പിക്കുമോ? പ്രണയാർദ്രമായ മധുരമനോഹര യാത്രയുടെ ഇനിയുള്ള കാഴ്ചകൾക്ക് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.